വിഷ്വലൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് നിങ്ങളെപ്പോഴെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കുറേ വർഷങ്ങൾക്ക് മുന്നേ അന്ന് ഇന്ന് കാണുന്നത് പോലെ പഠിക്കാനൊന്നും ഒരുപാട് പേരൊന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് എൻ്റെ ഒരു കസിൻ ചേട്ടന് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകണമെന്ന് പറയുന്നത്. ചേട്ടൻ വിചാരിച്ചതുപോലെ തന്നെ ഇത് പറഞ്ഞപ്പോൾ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു തണുപ്പം പ്രതികരണമായിരുന്നു. സാമ്പത്തികവും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഒരഭിപ്രായം പോലും ആരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ചേട്ടൻ ഭയങ്കര ഹാർഡ് വർക്കിങ്ങും സിസ്റ്റമാറ്റിക്കും ആയതുകൊണ്ട് കുറച്ച് കാത്തിരുന്നിട്ടാണെങ്കിലും UK വിസ ചേട്ടന് കിട്ടി. കുടുംബത്തിൽ ആദ്യത്തെ ഒരാൾ പഠിക്കാൻ പോന്നാ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവനെ യാത്രയാക്കാം, വീട്ടിലേക്ക് വരണം എന്ന് അമ്മാവൻ വിളിച്ചു പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ചേട്ടൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി അവിടെ എത്തി. എന്നാലും നിനക്ക് UK വിസ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വളരെ ശുദ്ധനായ കുട്ടേട്ടൻ പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എനിക്ക് മാത്രം നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, അത് ഞാനിവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് വിഷ്വലൈസേഷനെ കുറിച്ച് അറിയുന്നത്. ഇന്ന് അതിലെഴുതിയതുപോലെ ചേട്ടൻ മാഞ്ചസ്റ്ററിൽ ജോലിയൊക്കെ കിട്ടി ഹാപ്പിയായി ഫാമിലിയായിട്ട് ജീവിക്കുന്നു. അപ്പോൾ വിഷ്വലൈസേഷൻ എന്താണെന്ന് ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് എഴുതി വെച്ച് അത് അച്ചീവ് ചെയ്താൽ നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ ഇമോഷനും വിഷ്വലൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ആവും. അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തിച്ചേരും.